ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അതിന്റെ ആൻസർ വരുന്നത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ലാഹോർ സെഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇറ ഇലി. ഓക്കെ, അതൊരു 10 പ്രാവശ്യം പഠിക്കണം. ഇറ ഇലി, ഇറ ഇലി, ഇറ ഇലി. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നിങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പൊ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇറ ഇലി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം. മൂന്നാമത്തെ ചോദ്യം, ഡി മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. പിന്നെ എല്ലാ പ്രാവശ്യവും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1 കോടി മലയാളികൾ. ഇത് എഴുതിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശുദ്ധിപ്രസ്ഥാനം, അതും റിപ്പീറ്റഡ് ആണ്. 5ാമത്തെ ചോദ്യം, എ ആര്യ സമാജം. 1925 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? 6D നവശേവ. 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റ്. അപ്പോൾ ഈ 7A ആണ് ആൻസർ കേട്ടോ. ഞാൻ അതിന്റെ തെറ്റ് ആൻസർ പറയുന്നില്ല, ശരിയായത് മാത്രം പഠിച്ചു വയ്ക്കാം. ബാക്കിയുള്ളത് വേറെ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ശരി മാത്രം പഠിക്കാം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. മനസ്സിലായോ? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം എന്ന് പറയുന്നത് 2 മാത്രമാണ് ശരി, അതായത് C ആണ് ശരി. അപ്പോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതെന്നാ ചോദിച്ചേക്കണം. അപ്പൊ അത് ബംഗ്ലാദേശാണ് ആൻസർ കൊടുത്തേക്കണത്. അപ്പൊ നേപ്പാളും അഫ്ഗാനിസ്ഥാനും ഭൂട്ടാനും ഒക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ കിഴക്കേറ്റത്തുള്ള രേഖാംശം. ഓക്കെ, 9ാമത്തെ ചോദ്യം. അതിന്റെ ആൻസർ എ ആണ്, 97 ഡിഗ്രി 25 കിഴക്ക്. ഓക്കെ, അപ്പോൾ 97 ഡിഗ്രി 25 കിഴക്ക് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. അടുത്ത 10ാമത്തെ ചോദ്യം, പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി. 10ാമത്തത് ഡി ആണ് ആൻസർ, സിന്ധു ആണ്. പഞ്ചാബ് ഹരിയാന ആ ഒരു ഏരിയ നിങ്ങൾ മൈൻഡിൽ ഒന്ന് നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് ആ സിന്ധു കിട്ടും. എനിക്കത് കിട്ടിയതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാന്ന് ചോദിച്ചാൽ അത് ഒരു ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ ആൻസർ 3ഉം 1ഉം ആണ്. അപ്പൊ ബക്രാനങ്കിലും വരും, സർദാർ വരും, സർദാർ സരോവരും വരും, ബക്രാനങ്കിലും വരും. ഓക്കെ, അപ്പൊ ബക്രാനങ്കിലും സർദാർ സരോവർ, ബക്രാനങ്കൽ സർദാർ സരോവർ. ഓക്കെ, അതൊരു ലേറ്റസ്റ്റ് ആണ് കേട്ടോ, അപ്പൊ അതൊന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? 12ാമത്തെ ചോദ്യം, ഡി ആണ് ഉത്തരം, ജീവനം. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ജീവനം. ജീവനം അല്ലെ, നമുക്ക് സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി എന്ന് പറയുമ്പോൾ വേതനം കിട്ടും അല്ലെ, നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വേതനം എന്ന് ഓർത്തു വയ്ക്കാം. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ആരാണ്? 13 JA ഷുംപീറ്റർ ആണ്. ഓക്കെ,